പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉച്ച കഴിഞ്ഞ് തൃശൂർ തേക്കിൻകാട് മൈതാനം ചുറ്റിയുള്ള റോഡ് ഷോയ്ക്ക് ശേഷം മഹിളാ സമ്മേളനത്തിൽ സംസാരിക്കും. വിപുലമായ സുരക്ഷാ സന്നാഹങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. നഗരത്തിലും പ്രധാനമന്ത്രി വരുന്ന വഴികളിലും 3000-ലധികം പോലീസുകാരെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. മോദി പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ BJP നേതാക്കളെ കൂടാതെ ബീന കണ്ണൻ, ഡോക്ടർ MS സുനിൽ, വൈക്കം വിജയലക്ഷ്മി, ഉമാ പ്രേമൻ, മറിയക്കുട്ടി, മിന്നു മണി, നടി ശോഭന തുടങ്ങിയവരൊക്കെ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും. 7 ജില്ലകളിൽ നിന്നുള്ള 2 ലക്ഷം വനിതകൾ സമ്മേളനത്തിൻ്റെ ഭാഗമാകുമെന്നാണ് BJP നേതാക്കൾ അവകാശപ്പെടുന്നത്. പിണറായി വിജയൻ്റെ ബ്രാൻഡ് കേരളയുടെ അംബാസഡറാണ് നടി ശോഭന. കേരളീയത്തിൻ്റെ ഉദ്ഘാടനത്തിൽ പിണറായിക്കൊപ്പം ശോഭനയും വേദി പങ്കിട്ടിരുന്നു. അന്ന് മമ്മൂട്ടിയും മോഹൻലാലും ശോഭനയും അടക്കമുള്ളവരാണ് കേരളീയത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർമാരെന്ന പ്രഖ്യാപനവും നടത്തിയിരുന്നു. ഈ ശോഭനയാണ് BJPയുടെ പ്രചാരണത്തിന് ഭാഗമാകുന്നത്. അതിനിടെ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥി എന്ന് വിശദീകരിച്ച് ചുവരെഴുത്തുകൾ തൃശ്ശൂരിൽ തുടങ്ങി. അതുകൊണ്ട് തന്നെ മോദിയുടെ വരവ് സുരേഷ് ഗോപിയുടെ ഒരുപക്ഷെ പ്രചാരണത്തിൻ്റെ ഔദ്യോഗിക തുടക്കമാകും. ജാമ്യമില്ലാ കേസിൽ സുരേഷ് ഗോപി മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. നേരത്തെ തൃശ്ശൂരിൽ അമിത്ഷാ വമ്പൻ റാലി നടത്തിയിരുന്നു. അന്ന് സുരേഷ് ഗോപിയുടെ പ്രസംഗം കഴിഞ്ഞ ശേഷമാണ് അമിത്ഷാ പ്രസംഗിച്ചത്. സുരേഷ് ഗോപിക്ക് BJP നൽകുന്ന പ്രാധാന്യത്തിനുള്ള ഒരു തെളിവായിരുന്നു അമിത്ഷായുടെ വേദിയിലെ ഇടപെടലുകൾ. ക്രൈസ്തവ സഭയുടെ പിന്തുണ BJP ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മണിപ്പൂരിനെക്കുറിച്ച് ഒരു മോദി ഒരൊറ്റ അക്ഷരം പോലും പറയാൻ സാധ്യതയില്ല. ശബരിമലയിലും തൃശ്ശൂർ പൂരത്തിലെയും ദേവസ്വം ബോർഡുകളുടെ നിലപാടുകളുമൊക്കെ മോദി ചിലപ്പോൾ പറഞ്ഞേക്കും. പക്ഷേ ഇതൊക്കെയാണ് സാഹചര്യമെങ്കിലും ക്രൈസ്തവ സഭകളുടെ പിന്തുണ BJPക്ക് കിട്ടില്ല. നേരത്തെ അല്പം മൃദുത്വം കാണിച്ചിരുന്നുവെങ്കിലും മണിപ്പൂർ വിഷയം വന്നതോടെ നേരെ റിവേഴ്സായി. ഇപ്പോൾ BJP നേതാക്കൾക്ക് അരമനകളിൽ കയറാൻ മടിയാണ്. മണിപ്പൂർ വിഷയം ചോദിച്ചാൽ മറുപടി പറയാനില്ലാത്ത സാഹചര്യത്തിൽ അതെല്ലാം ഒഴിവാക്കുകയാണ് നേതാക്കൾ. ഏതായാലും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും.